രാത്രിയായിട്ടും അഭി റൂമിൽ നിന്ന് താഴേക്ക് വരുന്നത് കാണാതായപ്പോൾ അനുവിനെ അഭിയുടെ റൂമിലേക്ക് പറഞ്ഞു വിട്ടതായിരുന്നു അർജുൻ. മാധവൻ പോയതിൻ്റെ പിറകെ കലിയോടെ ലിവിംഗ് റൂമിലിരിക്കുന്ന അർജുനെ നോക്കിക്കൊണ്ട് പുറത്തേക്ക് പോയതായിരുന്നു ഹർഷൻ. നേരം ഇത്രയുമായിട്ടും അവനും തിരിച്ചു വന്നിട്ടില്ല. ഹർഷന്റെ കല്ലിളകിയ പോക്ക് കണ്ടപ്പോഴേ അർജുന് മനസ്സിലായിരുന്നു മുകളിൽ നിന്ന് അഭിയെ വേദനിപ്പിച്ചിട്ടുള്ള പോക്കാണെന്ന്. റൂം ഡോർ ചാരിയിരിക്കുകയാണ്. അനു പതിയെ വാതിൽ തുറന്ന റൂമിലേക്ക് കയറിയതും സോഫയിൽ ചെരിഞ്ഞു കിടക്കുന്നവളെയാണ് കാണുന്നത്. വല്ലാത്ത വേദനയോടെ അനു അഭിയുടെ അടുത്തേക്ക് നടന്നു നീങ്ങി. കരഞ്ഞു തളർന്നുറങ്ങുകയാണെന്ന് അവളുടെ മുഖം കണ്ടാൽ പറയും. ഇപ്പോഴും കണ്ണുനീർ വാർന്നതിൻ്റെ അടയാളങ്ങൾ അവളുടെ മുഖത്ത് തെളിഞ്ഞു കാണാം. കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് തന്നെ അവൾ ആകെ വാടിയിരിക്കുന്നുണ്ടെന്ന് അവളുടെ കിടപ്പിൽ അനുവിന് ബോധ്യമാകുന്നുണ്ട്. അഭി! പതിയെ അനു അവളെ തൊട്ടു വിളിച്ചതും ഞെട്ടിപ്പിടയലോടെ എഴുന്നേൽക്കുകയായിരുന്നു അഭി. ഇപ്പോഴും അവളുടെ കണ്ണുകളിൽ ഭയമാണ്. ഒരു വേള തന്നെ സ്പർശിച്ചത് ഹർഷനാണെന്ന് പോലും അവൾ ചിന്തിച്ചു. എന്തെന്നാൽ അവൻ നേരത്തെ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോഴും അവളുടെ മനസ്സിൽ. ഏത് നിമിഷവും കളങ്കമാകുന്ന തൻ്റെ ശരീരത്തെക്കുറിച്ച് ഓർത്ത് അവൾ വേവലാതിപ്പെടുന്നു. എന്താടാ, എന്താ പറ്റിയത്? ഹർഷേട്ടൻ വഴക്കു പറഞ്ഞോ? തൻ്റെ മുന്നിൽ പിടച്ചിലോടെ നിൽക്കുന്നവളെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് അനുവിന് അറിയില്ല. അഭിയെ ഓർക്കുമ്പോൾ വേദനയും തോന്നുന്നു. താൻ അറിയുന്ന ഹർഷേട്ടൻ ഇങ്ങനെയല്ലല്ലോ എന്നുപോലും അവൾ ചിന്തിച്ചു പോകുന്നു. അനു! അയാൾ ഭയത്തോടെയും പിടച്ചിലോടെയും ചുറ്റും വിരൽ ചൂണ്ടി അനുവിനെ ഓരോന്ന് പറഞ്ഞ് പൊതിഞ്ഞു പിടിക്കുകയാണ് പെണ്ണ്. ഭയം അത്രമാത്രം അവളെ മുറുകിയിരിക്കുന്നു. തൻ്റെ ശ്വാസം പോലും നിലച്ചു പോകും എന്നൊരവസ്ഥ. ഡാ, ഒന്നുമില്ല, താൻ വന്നേ. തന്നെ ഇറുക്കി പിടിക്കുന്നവളുടെ അവസ്ഥ അനുവിന് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. അനു, നിക്ക് പോണം, നിക്ക് വയ്യ, അമ്മയെ കാണണം. എനിക്ക് തകർന്ന മാനസികാവസ്ഥയിലും എന്താണ് താൻ പറയുന്നതെന്ന് പോലും അഭിക്ക് അറിയുന്നില്ല. ഓരോ നിമിഷത്തെയും അവൾ അത്രമാത്രം ഭയപ്പെടുന്നു. ഇനി എന്തും നേരിടാമെന്ന് മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചവളാണ് ഇപ്പോൾ അതിൽ കൂടുതൽ തളർന്നിരിക്കുന്നത്. ഒരു വേള ഹർഷന്റെ മുഖം മനസ്സിലേക്ക് കടന്നു വന്നതും വീണ്ടും അവൻ്റെ വാക്കുകൾ അവളുടെ ചെവികളിൽ അലയടിച്ചു വന്നു. ഡാ, നീ ഇങ്ങനെ ഡെസ്പാകല്ലേ. നിനക്ക് പറ്റുന്നില്ലെങ്കിൽ പോകാം നമുക്ക്. ഞാൻ സംസാരിക്കാം ഹർഷേട്ടനോട്. ഈ സമയം നിന്നോട് പറയാൻ പാടില്ലാത്തതാണ്. ഒന്ന് നിർത്തിക്കൊണ്ട് അനു വീണ്ടും അഭിയോട് പറയാൻ തുടങ്ങി. എന്താണെന്ന അർത്ഥത്തിൽ അവളെ നോക്കുന്നുമുണ്ട് അഭി. എന്താണെങ്കിലും നീ ഈ വഴി തിരഞ്ഞെടുക്കാൻ പാടില്ലായിരുന്നു. എനിക്ക് അജിച്ചേട്ടൻ പറഞ്ഞറിയാം. അമ്മയുടെ ജീവന് വേണ്ടിയാണ് നിന്റെ ജീവിതം കളയുന്നതെന്ന്. ഒരു നിമിഷം നീ ചിന്തിച്ചിട്ടുണ്ടോ നിന്റെ അമ്മയുടെ മാനസികാവസ്ഥ? ചിലപ്പോൾ നിന്റെ കാര്യം ഓർക്കുമ്പോൾ ആ അമ്മ ചിന്തിക്കുന്നുണ്ടായിരിക്കില്ലേ തനിക്ക് വേണ്ടിയാണ് തൻ്റെ മകൾ മറ്റൊരാളുടെ. ബാക്കി പറയാൻ അനുവിന് കഴിഞ്ഞില്ല. എന്തെന്നാൽ ഓരോ വാക്കു പറയുമ്പോഴും നിറഞ്ഞു തൂകുന്ന കണ്ണീരോടെ തന്നെ നോക്കിയിരിക്കുന്നവളുടെ മുന്നിൽ കാണുമ്പോൾ അവൾ പറയാൻ വന്നത് നിർത്തുകയായിരുന്നു. എനിക്കറിയാം അനു, തെറ്റായിരുന്നു. പക്ഷേ ഈ അഭിക്ക് ആകെ കൂട്ടുള്ളത് എൻ്റെ അമ്മയാ. അമ്മയില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ടും കാര്യമൊന്നുമില്ല. ഞാൻ ജനിച്ചത് മുതൽ എൻ്റെ അമ്മയ്ക്ക് കഷ്ടപ്പാടാ. അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ല. അമ്മയോട് ഞാൻ ചോദിച്ചിട്ടുമില്ല. എൻ്റെ 10 വയസ്സ് വരെ അമ്മച്ചനുണ്ടായിരുന്നു. ഇടയ്ക്കെല്ലാം ഞാൻ കേട്ടിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട് അമ്മയോട് വഴക്കിടുന്ന അമ്മച്ചനെ. അപ്പോഴും നിറഞ്ഞ മിഴികളോടെ വാപത്തി കരയുന്ന അമ്മയെ കാണുമ്പോൾ ഒന്നും ചോദിക്കാൻ തോന്നിയിരുന്നില്ല. അമ്മച്ചൻ പോയി കഴിഞ്ഞതും പിന്നീടാണ് ഞാനും അമ്മയും ഒറ്റപ്പെടൽ അറിഞ്ഞത്. പിന്നീട് എനിക്ക് വേണ്ടിയായിരുന്നു എൻ്റെ അമ്മ ജീവിച്ചത്. പറ്റുന്നിടത്തെല്ലാം ജോലിക്ക് പോവും. ആരോടും പരാതിയും പരിഭവവും ഇല്ലാതെ ജീവിതം ജീവിച്ചു തീർത്തവൾ. അതിലുപരി എനിക്ക് വേണ്ടിയല്ലേ അമ്മ? പറഞ്ഞു തീരുമ്പോഴേക്കും പെണ്ണ് വിതുമ്പി പൊട്ടിയിരുന്നു. പിന്നീട് നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ അമർത്തി തുടച്ച് വീണ്ടും അവൾ പറയുകയായിരുന്നു. എന്തെന്നാൽ അവളുടെ മനസ്സിലെ ഭാരം എവിടെയെങ്കിലും ഇറക്കി വെക്കണം എന്നവൾക്ക് തോന്നി. അല്ലെങ്കിൽ ചിലപ്പോൾ മനസ്സ് പൊട്ടി തൻ്റെ ജീവൻ നിലച്ചാലോ? അഭിയെ കേൾക്കാൻ എന്നോണം അക്ഷമയായി അനുവുമുണ്ട്. അവൾക്കറിയാം ആരുമില്ലാത്തതിൻ്റെ വേദന. എത്ര തന്നെ മറ്റുള്ളവർ സംരക്ഷിച്ചാലും അച്ഛനമ്മയോളം വരില്ല ആരും. നിനക്കറിയോ അനു, അമ്മയ്ക്ക് അസുഖം മുന്നേ ഉണ്ടായിരുന്നുവെന്ന്. എന്നോട് പറഞ്ഞില്ല. ഞാൻ വേദനിക്കുമെന്ന് കരുതിയിട്ടാവും. ജോലിസ്ഥലത്ത് വെച്ച് തലകറങ്ങി വീണപ്പോഴാ എന്നെയും മാമയെയും അവിടെയുള്ളവർ വിളിച്ചു പറഞ്ഞത്. നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ കേട്ട വാർത്ത സത്യം പറഞ്ഞാൽ എൻ്റെ പാതി ജീവൻ നിലയ്ക്കാം എന്നുള്ളത് പോലെയായിരുന്നു. ഒരാഴ്ചക്കകം ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ അമ്മയെ തനിക്ക് നഷ്ടമാകുമെന്ന്. അറിയുന്നവരോടെല്ലാം ഇരന്നു ചോദിച്ചു. പലരും സഹായിച്ചു. പക്ഷേ 5-10 കിട്ടിയിട്ട് കാര്യമില്ല. 25 ലക്ഷം രൂപയുണ്ടെങ്കിൽ തൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ നടക്കുമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് അമ്മയെ നഷ്ടപ്പെട്ട് ജീവിതം അവസാനിപ്പിക്കാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് എൻ്റെ മുന്നിലേക്ക് ആ 2 പേർ കടന്നു വന്നത്. പിന്നീട് മറ്റൊന്നും ചിന്തിക്കാതെ 25 ലക്ഷം രൂപ വാങ്ങിച്ചു അമ്മയുടെ ഓപ്പറേഷൻ നടത്തിയതിന് ശേഷമാണ് ഞാൻ ഇവിടേക്ക് തിരിച്ചത്. പറയ് അനു, ഞാൻ ചെയ്തതിൽ തെറ്റുണ്ടോ?
എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയല്ലേ. പക്ഷേ അയാൾ എന്തിനാ എന്നെ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? അതിനു മാത്രം ഞാൻ എന്തു ചെയ്തു? പറയുന്നതെല്ലാം അനുസരിക്കുന്നില്ലേ? പാവയെപ്പോലെ തുള്ളുന്നില്ലേ? എന്നിട്ടും എന്തിനാ എന്നോടിങ്ങനെ? പറഞ്ഞു കഴിയുമ്പോഴേക്കും അനുവിൻ്റെ ചുമലിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞിരുന്നു അഭി. എടാ കരയല്ലേ, പ്ലീസ് കരയല്ലേടാ. ഞാൻ ഹർഷേട്ടനോട് സംസാരിക്കാം, നിനക്ക് ഇവിടുന്ന് പോകാം. നീ സമാധാനിക്ക് പറയുന്നതിനോടൊപ്പം അഭിയുടെ ചുമലിൽ തഴുകുന്നുമുണ്ട് അനു. ഇല്ല, എനിക്ക് പോകാൻ കഴിയില്ല. 1 വർഷം ഞാൻ അയാളെ സഹിച്ചേ മതിയാവൂ. എൻ്റെ കയ്യിൽ തിരിച്ചു കൊടുക്കാൻ ഒന്നുമില്ല അനു. ഇനി കൂടിപ്പോയാൽ 5 മാസം. അത് ഞാൻ സഹിച്ചു നിന്നോളാം. ഞാനറിയാതെ എൻ്റെ വിഷമം പറഞ്ഞതാ. പറയുന്നതിനോടൊപ്പം ചുമലിൽ നിന്ന് അവൾ തല നീക്കി അനുവിനെ നോക്കി. പിന്നെ പതിങ്ങനെ ചിരിച്ചുകൊണ്ട് അവളുടെ കണ്ണുകൾ അവൾ അമർത്തി തുടച്ചു. വീണ്ടും ആട്ടക്കാരിയായ അഭിയായി. ഇതേ സമയം പുറത്ത് റൂമിൻ്റെ ചുവരോട് ചാരി നിന്ന് എല്ലാം കേൾക്കുകയായിരുന്നു അവൻ. അഭിയുടെ ഓരോ വാക്കുകൾ കേൾക്കുമ്പോഴും അവൻ്റെ കണ്ണുകളും നിറഞ്ഞു. അത്രമാത്രം പെണ്ണ് അനുഭവിച്ചിട്ടുണ്ടെന്ന് അവനും മനസ്സിലാകുന്നു. ഇതിനൊരു പ്രതിവിധി കണ്ടെത്തിയേ മതിയാകൂ എന്ന് അവൻ ഉറപ്പിച്ചു. ബാത്റൂമിൽ പോയി മുഖമൊക്കെ കഴുകി അലസമായി പാറിപ്പറക്കുന്ന മുടി ഒതുക്കിക്കെട്ടി താഴേക്ക് അഭി അനുവിൻ്റെ കൈയും പിടിച്ചു വന്നു. സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ തന്നെ കാണാം ലിവിംഗ് റൂമിൽ തങ്ങളെ നോക്കിയിരിക്കുന്ന അർജുനെ. അഭി അവനെ കണ്ടതും നേർങ്ങനെ പുഞ്ചിരിച്ചു. അത്ര തെളിച്ചം പോരല്ലോ തൻ്റെ ചിരിക്ക്. ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റ് അർജുൻ അവളുടെ അടുത്തേക്ക് നീങ്ങി. ദേ അജുവേട്ടാ, അഭിയെ കളിയാക്കല് കേട്ടോ. വന്നേ, വിശക്കുന്നു. ഇനി കഴിച്ചിട്ട് സംസാരിക്കാം. പറയുന്നതിനോടൊപ്പം അഭിയെ വലിച്ചു അനു ഡൈനിങ് ഹാളിലേക്ക് നടന്നിരുന്നു. പോകുന്നതിനിടയിൽ അനു പതിയെ തലതിരിച്ചു തങ്ങളെ നോക്കി നിൽക്കുന്ന അർജുനെ നോക്കി കണ്ണുകൾ ചിമ്മി തുറന്നു. ചെറുപുഞ്ചിരിയോടെ അവർക്ക് പിറകെ അവനും ഡൈനിങ് ഹാളിലേക്ക് നടന്നു. ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും അഭിയുടെ മനസ്സ് മറ്റെവിടെയോ ആണെന്ന് അനുവിനും അർജുനും മനസ്സിലാകുന്നുണ്ട്. ഒരു വേള അർജുൻ്റെ മനസ്സിലേക്ക് അഭി അല്പം മുമ്പ് പറഞ്ഞ വാക്കുകളാണ് കടന്നു വന്നത്. ഏങ്ങിക്കൊണ്ട് പറയുന്നവളെ ഓർക്കുമ്പോൾ അവൻ്റെ മനസ്സ് ഇപ്പോഴും വേദനിക്കുന്നു. അവൾ നിയമപ്രകാരം ഹർഷൻ്റെ ഭാര്യയല്ലായിരുന്നുവെങ്കിൽ അർജുൻ്റെ മനസ്സും മറ്റു തലങ്ങളിലേക്ക് കടന്നിരുന്നു. അതേസമയമാണ് പുറത്ത് ഹർഷൻ്റെ കാറ് വന്നു നിൽക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന പെണ്ണ് കാറിൻ്റെ ശബ്ദം കേട്ടതും ഞെട്ടിവിറച്ചു. അവൻ്റെ മുഖമോ അവൻ്റെ സാന്നിധ്യമോ ഇപ്പോൾ അവൾ ആഗ്രഹിക്കുന്നില്ല. ഹർഷൻ എന്ന് കേൾക്കുമ്പോൾ ഭയം മാത്രമാണ് പെണ്ണിന് മുന്നിട്ട് നിൽക്കുന്നത്. കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം ഇറങ്ങാതായി പെണ്ണിന്. എങ്ങനെയെങ്കിലും അവൻ്റെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്നായി. അതിനെന്ന പോലെ പതിയെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ നോക്കിയതും അർജുൻ അവളെ കണ്ണുരുട്ടി പേടിപ്പിച്ചതും ഒരുമിച്ചായിരുന്നു. അവൻ്റെ തീക്ഷ്ണമായ നോട്ടം കണ്ടതും എഴുന്നേറ്റിടത്ത് തന്നെ അഭി ഇരുന്നുപോയി. ഡോറും തുറന്ന് അകത്തേക്ക് ഹർഷൻ വന്നതും കണ്ടു ഡൈനിങ് ഹാളിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന 3 പേരെ. അഭി അവനെ നോക്കുന്നേയില്ല. ഭക്ഷണത്തിൽ കൈയിട്ടിളക്കുകയാണ്. എന്നാൽ അർജുൻ്റെയും അനുവിൻ്റെയും നോട്ടം ഹർഷനിലേക്ക്. പിന്നെ ഒട്ടും താമസിച്ചില്ല. ഹർഷൻ നേരെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തേക്ക് വന്നു. തൻ്റെ അടുത്തേക്കും ഹർഷൻ എത്തിയതും അഭി ആകെ വിരണ്ടുപോയി. ഇനിയും തന്നെ വഴക്കു പറയുമോ, ഉപദ്രവിക്കുമോ, മറ്റുള്ളവരുടെ മുന്നിൽ വച്ച് കുറവാക്കുമോ? ഒരേ നിമിഷം കൊണ്ട് ഒരുപാട് ചിന്തകൾ അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. അനു, മെഡിസിൻ കൃത്യമായി കഴിക്കണം. അറിയാമല്ലോ, 6 മാസം. ഒരു ദിവസം പോലും മുടങ്ങാൻ പാടില്ല. പിന്നെ ഭക്ഷണകാര്യം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. തന്നോട് ഡോക്ടർ പറഞ്ഞതല്ലേ? ആ ഏട്ടാ. പ്രതീക്ഷിക്കാതെ തന്നോട് ഹർഷൻ പറഞ്ഞതും അതേ കൗതുകത്തോടെ അവൾ തലയാട്ടി പറഞ്ഞു. നീ നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. മറ്റുള്ളവരുടെ കാര്യം നോക്കാൻ നിൽക്കേണ്ട. പിന്നെ നിന്റെ സീറ്റിൻ്റെ കാര്യം ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. നാളെ കഴിഞ്ഞ് കോളേജിലേക്ക് പോകാം. പെണ്ണിന് ആദ്യം വേണ്ടത് വിദ്യാഭ്യാസമാണ്. അത് കഴിഞ്ഞേ. പറയുന്നതിനോടൊപ്പം ഭക്ഷണത്തിൽ ഇളക്കി കളിക്കുന്നവളെ അവൻ ഗൗരവത്തോടെ നോക്കി. അവൻ്റെ നോട്ടം തന്നിലേക്കാണെന്നറിഞ്ഞതും അഭി പതിയെ പ്ലേറ്റും എടുത്ത് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവിടെ നിന്നും നീങ്ങി. അവൾ പോയി കഴിഞ്ഞതും വീണ്ടും ഓരോ ഉപദേശമായിരുന്നു ഹർഷൻ്റെ വക അനുവിന്. അവസാനം പറയുമ്പോൾ അഭിയെ താഴ്ത്തിക്കെട്ടാനും ഹർഷൻ മറക്കുന്നില്ല. അവളുടെ പേര് പറയുന്നില്ല എന്നേയുള്ളൂ. പക്ഷേ 3 പേർക്കും അറിയാം അത് അഭിയെയാണ് പറയുന്നതെന്ന്. മറുത്തൊന്നും പറയാതെ ഹർഷൻ പറയുന്നത് കേൾക്കുകയായിരുന്നു അർജുനും അനുവും. എന്നാൽ ഏത് സമയവും പൊട്ടിപ്പോകുന്നൊരു മനസ്സുമായാണ് അർജുൻ ഇരിക്കുന്നത്. രാവിലെ കൊണ്ടതുപോലെ ആയിരിക്കില്ല. ഒരിക്കൽ കൂടി തൻ്റെ കൈയിൻ്റെ തരിപ്പ് അറിഞ്ഞാലേ ഇവൻ ശരിയാകുമെന്ന് അർജുൻ ഓർത്തു. ഒപ്പം നേരത്തെ അഭി പറഞ്ഞതൊക്കെ ശരിവെക്കുകയായിരുന്നു അർജുൻ. എന്തിനാണ് ഇവൻ ആ പാവത്തിനെ ഉപദ്രവിക്കുന്നത്? അതിനു മാത്രം അതെന്ത് തെറ്റ് ചെയ്തു? ഇപ്പോൾ പോലും അവൻ എന്തിനാ അവളെ വാക്കുകൾ കൊണ്ട് കീറിമുറിക്കുന്നത്? ചിന്തകൾ പല വിധത്തിൽ കടന്നതോടെ ഇനിയും ഹർഷൻ്റെ സംസാരം കേൾക്കാൻ വയ്യ എന്ന മട്ടിൽ അവിടെ നിന്നും അർജുൻ എഴുന്നേറ്റ് പോയി. ഏട്ടൻ കഴിക്കുന്നില്ലേ? അർജുൻ പോയി കഴിഞ്ഞതും ഇനിയും മറ്റുള്ള കാര്യങ്ങൾ ഹർഷനോട് സംസാരിക്കാൻ അനുവിന് തോന്നിയില്ല. എന്തെന്നാൽ എന്ത് സംസാരിക്കുമ്പോഴും അവസാനം കൊള്ളുന്നത് അഭിയിലാണ്. പറയാതെ അവളെ താഴ്ത്തിക്കെട്ടുന്ന രീതി.
അതിനോടൊരിക്കലും അനു യോജിക്കുന്നതുമില്ല. അതുകൊണ്ട് തന്നെയാണ് ആ വിഷയങ്ങൾ അവൾ പാടെ തള്ളിക്കളഞ്ഞ് അവൾ ഭക്ഷണത്തിന് അവനെ ക്ഷണിച്ചത്. വേണ്ട, ഞാൻ കഴിച്ചിരുന്നു. നീ കഴിച്ചു കഴിഞ്ഞെങ്കിൽ പോയി മെഡിസിൻ കഴിച്ച് ഉറങ്ങാൻ നോക്ക്. ഹർഷൻ ഗൗരവത്തിൽ പറഞ്ഞതും അനുവും അവിടെ നിന്ന് നീങ്ങിയിരുന്നു. അവൾ പോകുമ്പോൾ അടുക്കളയിലേക്ക് പോയ അഭിയെ ഒന്ന് തിരിഞ്ഞു നോക്കാനും മറന്നില്ല. രാത്രി ആയതുകൊണ്ട് ജോലിക്കാരികളെല്ലാം പോയിരുന്നു. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സാധനങ്ങളെല്ലാം എടുത്ത് അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചാൽ മതി. രാവിലെ ജോലിക്കാരികൾ വന്ന് ക്ലീൻ ചെയ്തോളും. ഹർഷൻ ഡൈനിങ് ഹാളിൽ നിൽക്കുന്നത് കണ്ട് അഭിക്ക് അവിടേക്ക് പോകാൻ ഭയമായി. ഇന്നലെ വരെ മാധവ മാമ തൻ്റെ കൂടെ ഉണ്ടാകും എല്ലാം എടുത്തു വെക്കാൻ, എന്തിനും ഒപ്പം തന്നെ. പക്ഷേ ഇന്ന് എല്ലാം എടുത്തു വെക്കണമെങ്കിൽ അദ്ദേഹം അവിടെ നിന്ന് പോകണമെന്ന് അവൾ ഓർത്തു. കുറച്ചു സമയം കഴിഞ്ഞിട്ടും ഹർഷൻ അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടതും ഇനിയും നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അവൾ പതിയെ ഡൈനിങ് ഹാളിലേക്ക് വന്നു. ഒപ്പം ടേബിളിൽ നിരത്തി വെച്ചിരിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ ഓരോന്നെടുത്ത് അടുക്കളയിലേക്ക് കൊണ്ടുവയ്ക്കാനും തുടങ്ങി. അവളുടെ ജോലികൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഹർഷൻ എന്നൊരു വ്യക്തി അവിടെ നിൽക്കുന്നതായി അവൾ ഭാവിച്ചില്ല. ഡി, അവസാനത്തെ പാത്രവും എടുത്ത് പോകാൻ നിൽക്കുമ്പോഴാണ് ഹർഷൻ പിന്നിൽ നിന്ന് അഭിയെ വിളിച്ചത്. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്. എല്ലാം എടുത്തു വെച്ചു കഴിഞ്ഞെങ്കിൽ എൻ്റെ കൂടെ വാ. അപ്പോഴും ഗൗരവം തന്നെയായിരുന്നു അവൻ്റെ സംസാരത്തിൽ. അവളന്ന് അവനെ നോക്കിക്കൊണ്ട് കയ്യിലുള്ള പാത്രം അടുക്കളയിലേക്ക് കൊണ്ടുവയ്ക്കാൻ പോയി. അപ്പോഴും ഇനി എന്താണാവോ എന്ന ചോദ്യം അവളുടെ മനസ്സിൽ ഇരമ്പി വന്നു. എല്ലാം എടുത്തു വെച്ച് അടുക്കളയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴും ഹർഷൻ അതേ നിൽപ്പ് നിന്നിരുന്നു. കഴിഞ്ഞോ? അവൾ വന്നതറിഞ്ഞതും തന്നെ നോക്കി നിൽക്കുന്നവളോട് അവൻ ഒരിക്കൽ കൂടി ചോദിച്ചു. അവൾ തലയാട്ടിക്കൊണ്ട് മൂളി. അവൻ പിന്നെ അവിടെ നിന്നില്ല. നേരെ സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് നടന്നു. നടക്കുന്നതിനിടെ തറഞ്ഞു നിൽക്കുന്ന പെണ്ണിനെയും അവൻ നെറ്റിത്തുളിച്ച് നോക്കാൻ മറന്നില്ല. അവൻ്റെ നോട്ടം കണ്ടതും അവൻ്റെ പിന്നാലെ അവളും നടന്നു. ഇല്ലെങ്കിൽ അതിനും പഴി കേട്ടാലോ. റൂമിലെത്തിയതും അവനെ അവിടെയൊന്നും അവൾ കണ്ടില്ല. പെട്ടെന്നാണ് വാഷ്റൂമിൽ നിന്ന് വെള്ളം വീഴുന്ന ശബ്ദം അവൾ ശ്രദ്ധിച്ചത്. ഹർഷൻ ബാത്റൂമിലാണെന്ന് മനസ്സിലായതും അവൾ പതിയെ ബാൽക്കണിയിലേക്ക് നടന്നു. നല്ല തണുത്ത ശീതക്കാറ്റ് അവളുടെ മുടികളെ തട്ടി പറന്നുയർന്നു. ഇടുപ്പ് വരെയുള്ള മുടിയിഴകൾ ആ കാറ്റിൽ പാറി പറക്കുന്നു. അപ്പോഴും അവളുടെ മനസ്സ് ആളിക്കത്തുകയായിരുന്നു. തന്നെ എന്തിനായിരിക്കും ഇപ്പോൾ വിളിച്ചത്? ആ ശബ്ദത്തിൽ ഗൗരവം ഉണ്ടായിരുന്നില്ലേ? ഇനിയും ചെയ്യാത്ത തെറ്റിന് താൻ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമോ? മനസ്സ് കീറി മുറിച്ചുകൊണ്ട് ചിന്തകൾ പല ദിശകളിലേക്ക് ഒഴുകി.